ലോകകപ്പ് ഫൈനലിന് മുമ്പ് സൗഹൃദ മത്സരം നടന്നു കാസർഗോഡ്. ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ അർജന്റീനയ്ക്കെതിരെ സ്പെയിനിന് ജയം. അർജന്റീന ജേഴ്സി അണിഞ്ഞ് പോലീസും സ്പെയിൻ ജേഴ്സി അണിഞ്ഞ് മാധ്യമപ്രവർത്തകരുമാണ് ഏറ്റുമുട്ടിയത്. ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ലോക കാൽപന്ത് കളിയുടെ ഫൈനൽ പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കാസർഗോഡ് ഉദയഗിരിയിലെ പോലീസ് ടർഫിൽ സ്പെയിനും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടി. മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ജില്ലാ പോലീസിലെ പോരാളികൾ, സ്പെയിൻ ജേഴ്സിയിൽ മാധ്യമപ്രവർത്തകർ. ജില്ലാ പോലീസ് ടീമിനെ SP P നിതിൻ രാജ് IPS നയിച്ചപ്പോൾ അതിഥി താരമായെത്തി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കാസർഗോഡ് പ്രസ് ക്ലബ് ടീമിനെ നയിച്ചു. കളിയിടമാകട്ടെ ലഹരി എന്ന സന്ദേശവുമായി KUWJ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കാസർഗോഡ് ജില്ലാ പോലീസും സംയുക്തമായാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. എല്ലാവരും വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ ആവേശത്തിലാണ്, കാത്തിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലത്തെ ഒരു മാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രസ് ക്ലബിൻ്റെ ടീമും പോലീസിൻ്റെ ടീമും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്കും ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് മാച്ചിൻ്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് മെസ്സേജ് ഉണ്ട്. അപ്പോൾ തൂഫാൻ്റെ പറഞ്ഞ പോലെ തന്നെ ഡ്രഗ്സിനെതിരെയും ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സിലോട്ട് എല്ലാവരും വരാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മെസ്സേജായിട്ടുള്ളത്. ഈ ലഹരി അതിനെതിരെയൊക്കെ ആയിട്ടുള്ള അതിനേക്കാളും നമുക്ക് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ആവേശം തന്നെയാണ്. ആവേശത്തോട്ട് ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കണം. കാരണം നല്ല ലഹരി എന്താണ് എന്നുള്ളത് ഫുട്ബോളിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഏത് രാത്രിയിലെ കൊണ്ട് കളി വെച്ച് കഴിഞ്ഞാലും അത് പകൽ പോലെ ഇരുന്ന് കാണും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോകകപ്പിൻ്റെ ആവേശം കാണിക്കുന്നത്. അപ്പോൾ കളി ഒരു വലിയ ലഹരിയായിട്ട് എടുക്കാനുള്ള ഒരു മെസ്സേജ് കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ കപ്പ് നിലനിർത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. നമ്മൾ ശക്തമായിട്ട് തന്നെ കളിക്കും. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇടവിട്ട് പെയ്ത മഴക്കും തണുപ്പിക്കാനാകാത്ത പോരാട്ടച്ചൂട് പോലീസ് ടർഫ് മൈതാനിയിൽ. മുഴുവൻ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ഒപ്പത്തിനൊപ്പം മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4 ഗോൾ വീതം നേടി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തിയതോടെ സഡൻ ഡെത്തിലേക്ക് മത്സരം നീണ്ടു. അന്തിമ വിജയം കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രതിനിധീകരിച്ച സ്പെയിൻ ടീമിന്. ഇനി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ യഥാർത്ഥ ഫൈനൽ പോരാട്ടത്തിൽ ആര് കപ്പുയർത്തുമെന്നറിയാനുള്ള കാത്തിരിപ്പ്. സിജു കണ്ണൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.